പെരിങ്ങോട്ടുകര വാഗബോൺസ് ക്രിക്കറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന 14 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഓൾ കേരള ടൂർണമെന്റിന് തുടക്കമായി. ഫെബ്രുവരി 15 വരെ പെരിങ്ങോട്ടുകര കാനാടി ട്രസ്റ്റ് മങ്ങാട്ട് പാടത്ത് വെച്ചാണ് ടൂർണമെന്റ് നടക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 16 പ്രമുഖ ക്രിക്കറ്റ് അക്കാദമികൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് രഘുരാമൻ പണിക്കർ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ അധ്യക്ഷത വഹിച്ചു. 14 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ കേരള നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച നീരജ് ബിജു, കരാട്ടെ സബ് ജൂനിയർ ജില്ലാ ചാമ്പ്യന്മാരായ ശ്രീരാഗ് സിയാർ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. വാഗബോൺസ് ക്രിക്കറ്റ് അക്കാദമി സെക്രട്ടറി മനോജ് എസ്, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിത്യ ബിജു, എലൈറ്റ് ക്രിക്കറ്റ് അക്കാദമി മാനേജർ ഷെൽവരാജ്, VCA രക്ഷാധികാരി ജയശ്രീ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ടൊറന്റോ എയർപോർട്ട് ടാക്സി ലിമോ, ലാൻഡ് 47, റിവറ ബൈക്ക് കനോലി റിസോർട്ട്, കനറ ബാങ്ക്, സെൻ ഓട്ടോസ്, ബ്ലൂബേർഡ് ഗ്രൂപ്പ് എന്നിവരാണ് ടൂർണമെന്റിന്റെ മുഖ്യ സ്പോൺസർമാർ. താല്പര്യമുള്ള കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് നല്ല കോച്ചിങ് നൽകിക്കൊണ്ട് മറ്റൊരു നല്ല പ്ലെയേഴ്സായിട്ട് മാറ്റുന്നതായിട്ടുള്ള ഒരു കടമ വളരെ കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. വർഷങ്ങളായിട്ട് ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പുറകിൽ എനിക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഇതിൽ വളരെ മാനസികമായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ വേദി പങ്കെടുക്കുന്നത്. ഇത്രയും നമ്മുടെ കുട്ടികളെ വേറെ വഴികൾ, തെറ്റായ വഴികളിലേക്ക് പോവാതെ നല്ല കായികമായിട്ടുള്ള രീതിയിലേക്ക് പിടിച്ചു കൊണ്ടുവരികയും അവരെ നല്ലൊരു നേതൃത്വ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമങ്ങൾ ഈ വാഗബോൺസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ നല്ല നിലയിലിപ്പോൾ നിരഞ്ജനല്ലേ നീരജൊക്കെ ഡിസ്ട്രിക്ട് ലെവലിലേക്കൊക്കെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നാണ്. അതാണ് ആലോചിക്കേണ്ടത്. ക്രിക്കറ്റിന് ഇത്രയും തൃശ്ശൂരൊക്കെയാണെങ്കിൽ തൃശ്ശൂർ ക്രിക്കറ്റ് ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഗ്രാമത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് കുട്ടികൾ കളിച്ച് വളർന്ന് ഈ ഒരു കായിക വിനോദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വളരെ അതിൻ്റെ ഉന്നതിയിലേക്ക് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുക.